സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ. കാരണം എന്താ വെച്ചാൽ യു ആർ ദ സം ഓഫ് ദ 5% യു ആർ സിറ്റിംഗ് വിത്ത്. നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണോ അതുപോലെ ഉണ്ടാവും നിങ്ങളുടെ കരിയർ. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ കളിയാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പഠിക്കുന്നതൊക്കെ ചടപ്പാടാ, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണമൊക്കെ ചടപ്പാടാ. പഠനത്തിന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച് പറയണത്, ഇൻ എനിത്തിങ് ഏതിലായിക്കോട്ടെ. ഒരാൾ ഒരു ഫീൽഡിൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ എനിക്കിതിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ചെയ്യുമ്പോൾ എന്താ ബക്കറ്റിലിട്ട് വെച്ച ഞണ്ടുകളെ പോലെ, മുകളിലേക്ക് പോകുന്ന ഞണ്ടുകളെ വലിച്ച താഴത്തൊക്കെ ഇടുന്നത് പോലെ ചില ആൾക്കാരുണ്ടാവും. എന്താ ചെയ്യണേ, ഓ ഓൻ വലിയ ആള്, ഓനത് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ഉണ്ടാക്കും, ഇതൊന്ന് നിർത്തി പോയിക്കോ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ വലിച്ച് താഴത്തേക്ക് ഇടാൻ കുറേ ആൾക്കാരുണ്ടാവും. ജസ്റ്റ് കട്ട് ദം ഓഫ് ബ്രോ, കട്ട് ദം ഓഫ്. അങ്ങനത്തെ ഫ്രണ്ട്സിന് ആവശ്യമില്ല നമുക്ക്. ദ എയ്തർ ബിൽഡ് യു ഓർ ബ്രേക്ക് യു, അത്രേ ഉള്ളൂ. നല്ല ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ, നല്ല സർക്കിളിലാണ് ഈ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലൊക്കെ എന്താ ഉണ്ടാവുക, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവുക. ഓൻ കുറച്ച് മുമ്പൊക്കെ എത്തും, അപ്പോൾ ഓൻ കുറച്ച് മുമ്പൊക്കെ എത്തി കാണുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇവൻ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, അത് കാണുമ്പോൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെ ലൈക്ക് അയൺ ഷാർപ്സ് അയൺ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാണ് നല്ല ഫ്രണ്ട്സുകൾ നല്ല സർക്കിൾ ഉണ്ടെങ്കിൽ അവിടെ സംഭവിക്കുക. എല്ലാവർക്കും ഗ്രോത്ത് ആണ് അവിടെ വരിക.